ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ഡിഷുമായിട്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് പാലക് ഗോഷ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് എടുത്തിട്ടില്ല. അപ്പോൾ 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തത്. ഇന്ത്യൻ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/2 കിലോളം പാലക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു 5-6 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് കുറച്ച്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി. ഇത്രയാണ് നമുക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ അതിനുശേഷം ഇത് നമുക്ക് മട്ടൻ വേവിക്കുമ്പോഴുള്ള കുറച്ച് സ്പൈസസ് ആണ്. പിന്നെ മല്ലി പുതിന, പിന്നെ ഉപ്പ്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് കുക്കിംഗ് ക്രീമാണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിലും ഉപയോഗിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ മല്ലി പുതിനയിലും അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. അത് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നിർബന്ധമുള്ള സംഗതിയല്ല. അപ്പോൾ നമുക്ക് മട്ടൻ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ നേരത്തെ എടുത്ത് വെച്ച് മട്ടൻ പ്രഷർ കുക്കറിലിടാം. അതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ലോണം വേവിച്ചിട്ട് എടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് പാലക്ക് നമുക്ക് വേവിച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 മിനിറ്റ് മാത്രമേ പാലക്ക് വേവിക്കേണ്ടുള്ളൂ, അധികം വേവിക്കേണ്ടില്ല. പുതിനെ കൂടി കുറച്ച് വേണമെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പാലക്ക് 1 മിനിറ്റ് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം, നമ്മുടെ മട്ടനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാലക് ഗോഷിൻ്റെ മസാല ഉണ്ടാക്കണം. നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് വാടിക്കുക. നേരത്തെ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തു. കുറച്ചും കൂടി ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ കുറച്ചായി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ പേസ്റ്റും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി നേരത്തെ എടുത്ത് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരത്തെ എടുത്ത് വെച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പേസ്റ്റാക്കി വെച്ച പാലക്കാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പാലക്ക് ഒഴിച്ചതിന് ശേഷം മൂടി വെക്കാൻ പാടില്ല. കാരണം വെച്ചാൽ മൂടി വെച്ചാൽ അത് ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയി പോകും. നമുക്ക് ആ കറക്റ്റ് ഗ്രീന് കിട്ടണമെങ്കിൽ മൂടി വെക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മളിതിൽ പാലക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് നേരത്തെ മാറ്റി വെച്ച മട്ടൻ ഇതിലേക്ക് പാലക്കിൻ്റെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നേരത്തെ ഞങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഏകദേശം ഇത് കഴിഞ്ഞു. നല്ല കളർഫുൾ ആയിട്ടുണ്ട്, ഗ്രീൻ കളറ്. ഇത് മൂടി വെച്ചാൽ ഇത് കളർ ബ്ലാക്ക് ആയി പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. കുറച്ച് മസാലകളും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുക്കിംഗ് ക്രീമാണ്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇത് ഒഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഞാനും കൂടി ഉപ്പും മുളകെല്ലാം നോക്കി എല്ലാം കറക്റ്റാണ്. എല്ലാം റെഡിയല്ല.
എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഗാർണിഷിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച മല്ലി പുതിന ഇടുക. പരിപാടി കഴിഞ്ഞു. പാലക് ഗോഷ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ പാലക്ക് മട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ മട്ടനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. സൂപ്പർ വേവാണ്. ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല പൊളി ടേസ്റ്റാണ്. മട്ടനും തന്തൂർ റൊട്ടിയാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് സ്പൈസസ്.